പുതിയ പ്രഭാതത്തിലേക്ക് നമ്മെ വിളിച്ചുണർത്തിയ നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുരിശിനാൽ നമ്മെ തന്നെ മുദ്രണം ചെയ്തുകൊണ്ട് ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ നല്ല ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു കൊച്ചു ചിന്ത നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. പണ്ടെങ്ങോ വായിച്ച ഒരു കൊച്ചു കഥയാണ്. റയാൻ എന്ന ഒരു കുട്ടി സിറ്റ് ഔട്ടിലിരുന്ന് പരീക്ഷയ്ക്ക് ഒരുങ്ങുകയാണ്. ലാപ്ടോപ്പിലൂടെ കണ്ണുകൾ ഓടുന്നുണ്ടെങ്കിലും മനസ്സിലെ ഭാരം മൂലം ഒന്നും മനസ്സിലാകുന്നില്ല. കോളേജ് ഫീസ് അടയ്ക്കാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ വേറെ. പലവഴി ശ്രമിച്ചിട്ടും ഒന്നും അങ്ങ് സെറ്റായില്ല. അതിനിടെ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് നോക്കിയപ്പോൾ മുറ്റത്ത് ഒരാൺകുട്ടി നിൽക്കുന്നു. തിളക്കമുള്ള കണ്ണുകൾ, മുഖം കോമളമെങ്കിലും യാചനാഭാവം. എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? എനിക്കാരും കൂട്ടില്ല, ബാലൻ ചോദിച്ചു. കുട്ടി ഏതെന്നറിയാതെ കൗതുകത്തോടെ റയാൻ മുറ്റത്തേക്കിറങ്ങി. അതോടെ ബാലൻ തുള്ളിച്ചാടി വട്ടത്തിൽ ഓടിത്തുടങ്ങിയിരുന്നു. മോൻ ആരാ? റയാൻ ആവർത്തിച്ചു ചോദിച്ചു. ആർത്ത് ചിരിച്ചുകൊണ്ട് നമുക്ക് കളിക്കാം എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. അവനൊപ്പം കുറേ നേരം കളിച്ചു. അവസാനം താങ്ക് യു എന്ന് പറഞ്ഞ് റയാന് ഫ്ലൈം കിസ്സും കൊടുത്ത് കുഞ്ഞു ബാലൻ ഓടിപ്പോയി. റയാൻ തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ തിരുക്കുടുംബ ചിത്രത്തിലെ ഉണ്ണീശോയുടെ മുഖത്തൊരു ചിരി. രണ്ടു പേർക്കും ഒരേ മുഖം. ആനന്ദത്താൽ റയാൻ കരഞ്ഞുപോയി. അവൻ്റെ ഭാരവും ദുഃഖവുമെല്ലാം ഉണ്ണീശോയോടൊപ്പം കളിക്കുന്നതിനിടെ പോയി മറഞ്ഞിരുന്നു. താൻ വല്ലാതെ സ്നേഹിക്കപ്പെട്ടതായി, ആദരിക്കപ്പെട്ടതായി അവന് തോന്നി. അത്താഴ നേരം അമ്മ പറഞ്ഞു, 2 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് മോനെ. നാട്ടിലെ സ്ഥലം വിറ്റപ്പോൾ കിട്ടേണ്ടതായിരുന്നു. അപ്പൻ മരിച്ചതിനാൽ ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി. ഇന്നിതാ പലിശ സഹിതം വന്നിരിക്കുന്നു. അത് ഉണ്ണീശോയുടെ സമ്മാനമാണെന്ന് റയാനു മനസ്സിലായി. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37:4. ഈ ഒരു വചനം നിങ്ങൾ ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇന്നത്തെ ദിവസം ഈ ഒരു വചനം നമുക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ ശക്തമായി ഇടപെടും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഉണ്ണീശോയോടൊപ്പം ഒന്ന് കളിക്കാൻ കൂടിയതേ ഉള്ളൂ. അവിടുന്ന് റയാനെ ആനന്ദിപ്പിച്ചു. ആഗ്രഹിച്ചതിലും അധികം സമ്മാനമായി നൽകി. ദൈവം മനുഷ്യരോടൊപ്പമായിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അവിടുത്തേക്ക് നമ്മെ പിരിയാൻ കഴിയില്ല. അത്രയ്ക്കിഷ്ടമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് സ്വർഗം വേണ്ടെന്ന് വെച്ച് നമ്മെപ്പോലെയായി നമ്മുടെ അരികെ എത്തി. ഈ ദിവസം മുഴുവനും നമുക്ക് ഈശോയോടൊപ്പമായിരിക്കാം, ഈശോയെ സ്നേഹിക്കാം. അപ്പോൾ ഈ ദിവസത്തിൻ്റെ അവസാനം നന്ദി പറഞ്ഞുറങ്ങാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നും, ഒരു സംതൃപ്തി തോന്നും. ഈശോയോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കും. ഒരു നിമിഷം നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഒരു കൊച്ചു കഥയിലൂടെ ഈശോയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. സങ്കീർത്തനം 37:4 വചനം ഞങ്ങൾ വീണ്ടും ഒന്ന് ഏറ്റുപറയട്ടെ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കൂടുതലായിട്ടൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് നൽകിയതൊക്കെയും നിന്റെ വലിയ ദാനമായി ഞാനിതാ നെഞ്ചോട് ചേർക്കുന്ന ഈശോയെ. കിട്ടാതെ പോയതിനെ ഓർത്ത് പരാതിയില്ല. അവയെല്ലാം അങ്ങയുടെ ഇഷ്ടത്തിനായി വിട്ടുതരുന്നു. കണ്ണീരിലും പുഞ്ചിരിയിലും എന്നെ അങ്ങ് വഴി നടത്തുന്നുവല്ലോ. തളരാതെ, തകർന്നു പോകാതെ അങ്ങൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ പ്രയത്നങ്ങളും നിശബ്ദമായ എൻ്റെ കണ്ണുനീരും കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാനൊരു പരാജയമാണെന്ന് ലോകം വിധി എഴുതുമ്പോഴും എനിക്കായി കരുതി വെച്ച ഒരു വലിയ വിജയമുണ്ടെന്നും ഞാൻ ജയിക്കുക തന്നെ ചെയ്യുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കൊരു കാരണമുണ്ട്. എൻ്റെ ഈശോയുടെ അളവറ്റ സ്നേഹം
എൻ്റെ ഓരോ ചുവടുവെപ്പിലും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്നെന്നെ തള്ളി പറഞ്ഞവരും എൻ്റെ കഴിവിൽ സംശയിച്ചവരും നാളെ എന്നെ മാനിക്കുന്ന ഒരു ദിനം വരും. പ്രിയ കുഞ്ഞേ, ഈശോ നിന്നെ നോക്കി ഈ പ്രഭാതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതുമാത്രമാണ്. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയോ അവരുടെയൊക്കെ മുൻപിൽ അഭിമാനത്തോടെ നീ ഉയർന്നു നിൽക്കുന്ന ഒരു കാലം വരും. കാരണം നിന്റെ ദൈവം ശക്തനാണ്, വാക്കുമാറാത്തവനാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ അപരാധമെല്ലാം ഓർക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ അപരാധമെല്ലാം പൊറുക്കുവാനും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഒരു നിമിഷം നിങ്ങൾ ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആവശ്യം അതെന്താണോ അത് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കൂടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം, ഈ സമയം നിങ്ങളുടെ ആവശ്യം സമർപ്പിക്കുക. സാധിച്ചു തരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കോടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരുരക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കോടാനുകൂടി മാലാഖമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം സാധിച്ചു തരണമേ. നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക മേഖലകളെ, വരുമാന മാർഗങ്ങളെ, കൃഷിയിടങ്ങളെ, ബിസിനസ്സിനെ, ജോലി മേഖലയെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനും കടഭാരങ്ങൾ നീങ്ങിപ്പോകാനും ആഗ്രഹിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകണമേ. എൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ. കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു.
എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങ് ഇടയാക്കണമേ. ആമേൻ. കർത്താവിൻ്റെ സംരക്ഷണ യാചിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്ന എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃശ്ചികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമാശീലം, ജ്ഞാനം, വിശ്വാസം എന്നിവയാൽ ഇന്നീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിറയ്ക്കണമേ. ഇവർക്കെല്ലാവർക്കും കർത്താവെ അങ്ങയുടെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കാവൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ. റാഫേൽ, ഗബ്രിയേൽ, മിഖായേൽ, മാലാഖമാർ, ദൂതന്മാർ, യൗസേപ്പിതാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ. പത്രോസ്, പൗലോസ്, ഇടയന്മാർ, രക്തസാക്ഷികൾ, ശിഷ്യന്മാർ, വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ. തിരുവചനത്തിൻ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ, തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനേശു ജയിക്കട്ടെ, ദുഷ്ടാരൂപികൾ അകലട്ടെ, ദൈവാത്മാവ് ഭരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ, സാത്താൻ ശക്തികൾ തകരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.